പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദുവിനോട് നയന പറയുന്നുണ്ടായിരുന്നു, നിന്റെ മനസ്സിൽ എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ എന്ന്. അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്ന സമയത്ത് നന്ദു ഇങ്ങനെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. അതിനുശേഷം മുത്തശ്ശി മരുന്ന് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ രാത്രി ഇങ്ങനെ ആഹാരം കഴിക്കേണ്ട മരുന്നാണ് കേട്ടോ. അപ്പോൾ അതിൽ 3 മരുന്ന് കൊടുക്കണം. അപ്പോൾ അതിലേത് മരുന്നാണ് സംശയം ഉണ്ടെന്ന് മുത്തശ്ശിനോട് പറയാണ്. അതിലേതാ എനിക്ക് ഒരു മരുന്ന് സംശയം ഉണ്ടെന്ന് പറയണം. അപ്പോൾ അത് കേട്ടുകൊണ്ട് ആദർശ് അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ആദർശിനോടും കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ സംശയം വെച്ചുകൊണ്ടൊന്നും മരുന്ന് കൊടുക്കരുത്. അപ്പം എന്തായാലും നയനേനെ വിളിച്ച് ചോദിക്കാനായിട്ട് മുത്തശ്ശനും പറയാണ് കേട്ടോ. അപ്പോൾ ആദർശ് നയനേനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നയന പറയും, ഞാനത് മുത്തശ്ശിക്ക് പറഞ്ഞു കൊടുത്താണല്ലോ എന്ന്. എന്നിട്ട് മരുന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ആദർശ് കോള് കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് മാറ്റി മുത്തശ്ശി എടുത്ത മരുന്നല്ലായിരുന്നു കൊടുക്കേണ്ടത്, അത് മാറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി കൊടുത്തിരുന്നില്ല എന്നെങ്കിലോ എന്നിങ്ങനെ ആദർശ് ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ 2 ദിവസം മുന്നേ അങ്ങ് പോവായിരുന്നു എന്ന് പറയും. മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മോൾ ഇവിടെ ഇല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല എന്നുള്ളത്. എന്നാൽ പിന്നെ മുത്തശ്ശിനെ വിളിച്ച് പറയാം അവളോട് ഇങ്ങോട്ട് വരാനെന്ന് പറയും കേട്ടോ. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അത് വേണ്ടാന്ന് പറയും, അത് നമ്മളല്ലല്ലോ വിളിക്കേണ്ടത്, നീയല്ലേ മോളെ പോയി വിളിച്ചു കൊണ്ടുവരണ്ടേന്ന് പറയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അവളേതായാലും അവിടെ നിൽക്കാൻ പോയതല്ലേ, അവൾക്ക് അവളുടെ അച്ഛൻ്റെ അനിയത്തിയുടെ ഒക്കെ കൂടെ നിൽക്കാൻ ആഗ്രഹം കാണില്ലേ, ഇവിടെ ഇപ്പോൾ ഒരുപാട് ജോലിയൊക്കെ ഇല്ലേ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവൾ ഇങ്ങനെ മാറി നിൽക്കാന്ന് തീരുമാനിച്ചേ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പം എന്തായാലും അവൾ കുറച്ച് ദിവസം നിന്നിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവാണ്. ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, ആദർശിൻ്റെ മോൾ ഇങ്ങോട്ട് വരണം എന്നൊക്കെയുണ്ട്, പക്ഷേ ചെന്ന് വിളിക്കാനുള്ളൊരു മടിയാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ വേണം, ഇങ്ങനെ ഈ മാറി നിൽക്കുന്നത് അവർ തമ്മിലുള്ള സ്നേഹത്തിന് ഇത് കൂടെയുള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറയാറുണ്ട്. പിന്നീട് ആദർശ് റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ നയന രാത്രിയിൽ ഇങ്ങനെ പാലും കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആദർശിൻ്റെ മനസ്സിനോട് തന്നെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, നിന്റെ ഭാര്യ വന്നിട്ടൊന്നുമില്ല, നിന്റെ തോന്നലാണിത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് നിന്റെ ഈ പോക്ക് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, നീ കല്യാണത്തിന് മുന്നേ പ്രേമിച്ചില്ല, എന്നാൽ കല്യാണത്തിന് ശേഷമെങ്കിലും ഭാര്യനെ പ്രേമിക്കേണ്ടേ, നിന്റെ ഈ പോക്ക് അത്ര ശരിയൊന്നല്ല, എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സ് ആദർശിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദർശിനോടാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് ഭാര്യനോട് ഭയങ്കര സ്നേഹമാണ് ഉള്ളിൽ, പക്ഷെ ഒരു ഭാഗത്ത് ഇങ്ങനെ അമ്മേനെ പേടിയുള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറയാനുണ്ടോ. എടാ, നിന്റെ അമ്മ നല്ലൊരു ദാമ്പത്യ ജീവിതം നയിച്ചതുകൊണ്ടാണ് നീ ഉണ്ടായത്, അതുപോലെ നിന്റെ ഭാര്യയ്ക്കും ആഗ്രഹം കാണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ ആദർശ് മനസ്സിൽ ഓർക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഈഗോ അവളോടുണ്ട്, അതൊക്കെ മാറ്റണം എന്നൊക്കെയുള്ള ഒരു ചിന്തയ്ക്ക് ആദർശം വരുന്നുണ്ട്. പിന്നീട് നയന അങ്ങനെ ഉറക്കം വരാതെ കിടക്കുകയാണ് കേട്ടോ. ആദർശേട്ടൻ ഇപ്പം എന്തെടുക്കായിരിക്കുമോ, ഉറങ്ങി കാണോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നന്ദുവിൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട്. അപ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ അനിത എന്നായിരിക്കും കേട്ടോ സേവ് ചെയ്തിട്ടുണ്ടാവുക, അനിയായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കുന്നുണ്ട്, ആരാണ് ഈ അനിത എന്നുള്ളൊരു ഫ്രണ്ടുള്ള കാര്യം അവൾ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നു. എന്തിനായിരിക്കും ഈ സമയത്ത് വിളിക്കുന്നത്, ഇനിയിപ്പോൾ ഈ അനിതയായിരിക്കുമോ നന്ദുവിൻ്റെ പ്രശ്നത്തിന് കാരണം എന്നൊക്കെ ഓർത്ത് വീണ്ടും അവിടെ കിടക്കുകയാണ് കേട്ടോ. അതിനുശേഷം വീണ്ടും നന്ദുവിൻ്റെ ഫോണിലേക്ക് കോൾ വരികയാണ്. അപ്പോൾ അനി തന്നെയായിരിക്കും കേട്ടോ വിളിക്കുന്നത്. അപ്പോൾ അനീനെ കാണിക്കുന്നുണ്ട്, അനിയാണ് വിളിക്കുന്നത്. അതിനുശേഷം ഞാനിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എന്തിനായിരിക്കും ഈ സമയത്ത് വിളിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. പിന്നീട് ഞാൻ ആദർശിൻ്റെ കാര്യം ഓർക്കുകയാണ്. ആദർശേട്ടൻ ഇപ്പോൾ എന്തെടുക്കായിരിക്കും, ഉറങ്ങി കാണുമെന്നൊക്കെ ഓർത്തിട്ട് ആദർശിനെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആദർശ് ഉറക്കമില്ലാതെ എണീറ്റിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അതിനെ വിളിക്കുന്ന സമയത്ത് എന്തായാലും ഗൗരവം വിടണ്ട എന്നുള്ള ഇതിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ സംസാരിക്കുന്നതും. അപ്പോൾ ആ സമയത്ത് നയനെ കോൾ എടുക്കുമ്പോൾ തന്നെ ഇത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഉറക്കമായിരുന്നു, എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ ആദർശ് ചോദിക്കുന്ന സമയത്ത് ആ ശബ്ദം കേട്ടാലേ എനിക്ക് അറിയാം ഉറക്കമായിരുന്നോ അല്ലേ എന്നൊക്കെ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ വിളിക്കുമ്പോൾ തന്നെ അങ്ങ് ചാടി ഫോൺ എടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നയനയാണെങ്കിലും എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് കോള് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ആദർശ് ഓർക്കുന്നുണ്ടായിരുന്നു, അത്രയ്ക്ക് അങ്ങ് പറയേണ്ടിയിരുന്നില്ല എന്നിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. എന്തായാലും തിരിച്ച് വിളിച്ച് നോക്കാമെന്ന് ഓർത്തിട്ട് ആദർശ് പിന്നെയും തിരിച്ച് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വിളിക്കുന്ന സമയത്ത് നയനയാണെങ്കിലും കുറച്ച് ഇതിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് സംസാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പിന്നീട് നയനയോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിക്കൂട്ടോ നയന. അല്ല, പൈസയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാനത് അവിടെ എത്തിക്കാം, ഉടനെ നീ ഇങ്ങോട്ട് വരണ്ട, അവിടെ തന്നെ എന്നുള്ളതിൽ അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ ആദർശാണെങ്കിലും. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു, എനിക്കിപ്പോൾ പൈസയ്ക്കൊന്നും ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വയ്ക്കുകയെന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതിനുശേഷം ആദർശ് മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, അത്രയ്ക്ക് അങ്ങ് പറയേണ്ടിയിരുന്നില്ല എന്ന്.
പിന്നീട് ഇങ്ങനെ അന്ന് മുല്ലപ്പൂ രാത്രി ഇങ്ങനെ റൂമിൽ കൊണ്ടുവച്ച കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് കേട്ടോ. നൈന വന്ന് ഇങ്ങനെ ഇവിടെ എന്താ നല്ലൊരു മുല്ലപ്പൂവിൻ്റെ മണം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ മുല്ലപ്പൂവിൻ്റെ അല്ല പാലപ്പൂവിൻ്റെ ആയിരിക്കും, യക്ഷി കയറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ ഓർക്കുകയാണ്. എന്തായാലും അവൾ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ തലയിൽ മുല്ലപ്പൂ ചൂടാറുണ്ടല്ലോ, അല്ലെങ്കിലും അവൾക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ ഗന്ധമാണ്, അത് ഈ മുറിയിൽ ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. ആദർശാണെങ്കിലും അതിനുശേഷം നൈനി ഓർക്കുന്നുണ്ടായിരുന്നു, ആദർശേട്ടൻ്റെ മനസ്സിൽ ഞാനുണ്ട്. അപ്പം എന്തായാലും അതുകൊണ്ടാണല്ലോ ഈ ഉള്ളിൽ ഇങ്ങനെ ഒരു ആളൽ വന്നത്, അത് ആദർശേട്ടനും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. പിന്നീട് ആദർശിന് ഉറക്കം വരാത്തതുകൊണ്ട് തന്നെ റൂമിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അത് കനക കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ കനക വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, മോനെന്താ ഇത്രയും സമയമായിട്ട് ഉറങ്ങാത്ത, ഒരുപാട് സമയമായല്ലോ എന്ന് പറയും. എനിക്കെന്തോ ഉറക്കം വരുന്നില്ല എന്ന് പറയും കേട്ടോ ആദർശ്. അപ്പം ആ സമയത്ത് എന്നാൽ പിന്നെ ഞാൻ നൈനമോളെ വിളിക്കാമെന്ന് പറയും. അതെന്തിനാ അവളെ വിളിക്കുന്നതെന്ന് ചോദിക്കട്ടോ. അല്ല മോളില്ലാത്തതുകൊണ്ടാണെങ്കിലോ ചിലപ്പോൾ മോൻ്റെ ഉറക്കം ശരിയാകാത്തതെന്ന് പറയും. ഏയ് അതുകൊണ്ടൊന്നല്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്ന സമയത്ത് കനകയാണെങ്കിലും ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ പഴയ തലമുറയിലെ കാലത്ത് ഇങ്ങനെ കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടികൾ പിന്നെ വീട്ടിലേക്ക് അങ്ങ് വരുമൊന്നുമില്ല, അങ്ങനെ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും, പിന്നെ അവിടെ എന്തുണ്ടെങ്കിലും അതൊക്കെ സഹിച്ച് അവിടെ തന്നെ നിൽക്കും. മിക്ക വീട്ടുകാരും ഇങ്ങനെ വിറ്റുപെറുക്കിയൊക്കെ ആയിരിക്കും കല്യാണം നടത്തുക. അപ്പോൾ പിന്നെ പെൺമക്കൾ വീട്ടിൽ നിന്നാൽ പിന്നെ അതിൻ്റെ പേരിൽ വീട്ടുകാർ കുറ്റപ്പെടുത്തൽ കേൾക്കണം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് സഹിച്ച് അവിടെ തന്നെ നിൽക്കും. പിന്നെ പ്രസവത്തിനായിരിക്കും ഒന്ന് മാറി നിൽക്കുന്നത്, എന്നാലും അതിങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ആ മാറി നിൽക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ. കല്യാണം കഴിഞ്ഞ ആദ്യ നാളിലൊക്കെ ആരെങ്കിലും ഒരാൾ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ വിട്ടു കൊടുക്കാൻ ഒരു മടിയായിരിക്കും, ആരും അങ്ങനെ വിട്ടു കൊടുക്കില്ല. പക്ഷെ അങ്ങനെ വിട്ടു കൊടുത്തിട്ടുണ്ടെങ്കിലോ അത് നല്ല പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഇങ്ങനെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, നയന ഒരിക്കലും തോറ്റു തരില്ല, അവളുടെ അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണെന്നുള്ളതിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു, എൻ്റെ മോള് ആരോടും അഹങ്കാരം കാണിക്കുന്ന കൂട്ടത്തിലൊന്നല്ല, മോൻ അറിയാലോ, അവിടെ വീട്ടിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം മോളായിരുന്നു നോക്കിയിരുന്നത്, ഒരു ആർട്ട് ഗാലറി നടത്തിക്കൊണ്ട് പോയിരുന്നു, അതിൻ്റെ ഇതൊന്നും അവൾക്കില്ലല്ലോ. ഇവിടെ വന്ന ശേഷം ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യുന്നുണ്ട്, കൂടാതെ മോന് ഡിസൈൻ വരച്ചു സഹായിക്കുന്നുണ്ട്. എന്നിട്ട് അത്രയും കഴിവുള്ള ഒരു പെൺകുട്ടി അതിൻ്റെ ഒരു തലക്കനൊക്കെ കാണിക്കില്ലേ? എൻ്റെ മോൾ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടോ? അതിങ്ങനെ അതിൻ്റെ മേനി പറഞ്ഞ് നടക്കില്ലേ? മോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, കണ്ണുള്ളപ്പോൾ ഇങ്ങനെ കണ്ണിൻ്റെ ഇത് മനസ്സിലാക്കാഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പോവാണ് കേട്ടോ. അപ്പം ആ സമയത്ത് ആദർശാണെങ്കിലും പറഞ്ഞു നോക്കും ഇങ്ങനെ ശരിയാണല്ലോ എന്നുള്ള ഓർത്തിങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് രാവിലെ എണീറ്റ് നന്ദു ഫോണൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് രാത്രിയിൽ അനിയുടെ കോള് വന്നിട്ടുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി അനി വിളിച്ചിരുന്നല്ലോ എന്നൊക്കെ ഓർക്കുകയാണ്. അപ്പോഴേക്കും നൈന വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, ആരാ ഈ അനിത എന്ന് ചോദിക്കും. നൈന അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നന്ദു ആണെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് മറുപടി പറയാൻ പറ്റാതെ ഇങ്ങനെ കിടന്ന് ഇതാക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പറയും, അത് എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് പറയും. അങ്ങനെ ഒരു ഫ്രണ്ട് നിനക്കില്ലല്ലോ എന്ന് ഇങ്ങനെ നൈന ചോദിക്കുന്ന സമയത്ത്, അത് ഇപ്പോഴത്തെ ഞാനിങ്ങനെ ഒരു ചെറിയ ജോലിക്ക് പോയിരുന്നില്ലേ ഫുഡ് സപ്ലൈ ചെയ്യാൻ, അപ്പോൾ പരിചയപ്പെട്ടതാണ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവരെന്തിനാ ഈ രാത്രിയിൽ വിളിക്കുന്നത്, എന്നാൽ പിന്നെ ഇപ്പോൾ ഒന്ന് അങ്ങോട്ട് വിളിക്കുക, ഞാനൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയുന്ന സമയത്ത്, ഇപ്പം എന്തായാലും വിളിച്ചാൽ കിട്ടില്ല, അവൾ രാത്രിയാണ് ഫുഡ് സപ്ലൈ ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്നാൽ രാവിലെ കിടന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ട് 11 മണിയൊക്കെ ആവും എണീക്കാൻ, ഇപ്പം എന്തായാലും വിളിച്ചാൽ കിട്ടില്ല എന്ന് പറയണ്ട. അപ്പോൾ ഈ രാത്രിയാണ് പെൺകുട്ടികൾ ഫുഡ് സപ്ലൈ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അത് ആണും പെണ്ണും കൂടിയാണല്ലോ പോകുന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പിന്നീട് നന്ദു അങ്ങനെ ചെറിയ ജോലിക്ക് അച്ഛനെ സഹായിക്കാൻ വേണ്ടി പോയതാണെന്ന് പറയുന്ന സമയത്ത്, അങ്ങനെ ചെറിയ ജോലി ഇങ്ങനെ ചെയ്തിട്ടല്ല അച്ഛനെ സഹായിക്കേണ്ടത്, പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിയിട്ടാണ്. ഇപ്പോഴാണെങ്കിൽ പഠിത്തമില്ല, നേരത്തെ ആണെങ്കിൽ നീ ഇങ്ങനെ കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കായിരുന്നു, ഇപ്പോഴാണെങ്കിൽ അതുമില്ല പഠിത്തമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ നിന്റെ മനസ്സിൽ നിൽക്കുന്നുണ്ടായിരുന്നു നാനിയാണെങ്കിലും. അപ്പോഴും നന്ദു പറയുന്നത് എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നന്ദുവിനോട് എങ്ങനെ ചോദിച്ചിട്ടും നന്ദു ഒന്നും പറയാത്തതുകൊണ്ട് തന്നെ നയനയ്ക്ക് ആകെ സങ്കടമാണ് കേട്ടോ. പിന്നീട് നയന അതൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് നന്ദുവിന് സങ്കടമാവുന്നുണ്ട്. പിന്നീട് ഗോവിന്ദൻ പാലുമായിട്ട് വരികയാണ്. എന്നിട്ട് നയനയുടെ കയ്യിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ആരെ ഈ അനിത എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദനെ അറിയില്ല എന്ന് പറയും. എന്നിട്ട് രാത്രിയിൽ കോൾ വന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആരാന്ന് അറിയില്ല എന്നൊക്കെ ഗോവിന്ദൻ പറയാണ്. അതുപോലെ തന്നെ പിന്നീട് നയന പറയുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് എന്തൊക്കെയോ അറിയാം, പക്ഷേ അമ്മ ഒന്നും ചോദിച്ചിട്ട് തുറന്ന് പറയുന്നില്ല, അച്ഛൻ എന്തെങ്കിലും അറിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, എനിക്കൊന്നും അറിയില്ല, എന്തായാലും നിങ്ങൾ രണ്ടുപേരും പെട്ടെന്നാണല്ലോ വിവാഹം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോയത്, ചിലപ്പോൾ അതിൻ്റെയൊക്കെ മാറ്റങ്ങളായിരിക്കാം എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷം എനിക്ക് അങ്ങനെ ഉള്ളതൊന്നും തോന്നിയിട്ടില്ല, ഇപ്പോഴാണ് ഇങ്ങനെ ഒരു മാറ്റം ഉള്ളതായിട്ട് തോന്നിയത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മോള് 2-3 ദിവസം ഇവിടെ ഉണ്ടല്ലോ, ഇപ്പോൾ എന്തായാലും പോയി ചായ ഇട്,
അതിൻ്റെ ഇടയിൽ നമുക്ക് അവളെ മാറ്റിയെടുക്കാം എന്നൊക്കെ പറയുകയാണ്. അവളുടെ മനസ്സിൽ എന്തെങ്കിലും കരടി കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കണം എന്നൊക്കെ നൈനിനോട് ഗോവിന്ദൻ പറയുന്നുണ്ട്. പിന്നീട് നൈനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നേരത്തെ ഞാനിവിടെ വന്നാൽ അവൾക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്, പക്ഷേ ഇപ്പോൾ അങ്ങനെ സന്തോഷമൊന്നും കാണുന്നില്ല എന്നൊക്കെ ഇങ്ങനെ നൈന സങ്കടത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ അങ്ങനെ അവളെ മാറ്റിയെടുക്കാൻ 2 ദിവസം കൊണ്ട് എന്നൊക്കെ ഗോവിന്ദൻ പറയുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.